ഒരു മാങ്കൂട്ടം തന്നെയാണ് ഇപ്പോഴും ചർച്ച. മാധ്യമങ്ങളൊക്കെ അങ്ങ് ആഘോഷിക്കുക. സോഷ്യൽ മീഡിയ ഒട്ടും പുറകിലല്ല, സോഷ്യൽ മീഡിയയിൽ അങ്ങ് തരംഗമാണ്. രാഹുൽ മാങ്കൂട്ടത്തെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ആ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തെ ആജീവനാന്താലം പിടിച്ച് അകത്തിടാനോ അല്ലെങ്കിൽ അയാളെ മാറ്റി നിർത്താനോ ഇവിടുത്തെ നീതിന്യായ നിയമ കോടതി സമ്മതിക്കുന്നു? സുപ്രീം കോടതിയുടെ ഇവിടുത്തെ ഏറ്റവും പരമോന്നതമായ നീതിപീഠമായ സുപ്രീം കോടതി, ആ സുപ്രീം കോടതിയുടെ തന്നെ പല വിധികളുണ്ട്, പല ഉത്തരവുകളുണ്ട്, പല കേസുകൾ. ആ കോടതിയുടെ മുന്നിൽ വന്നിട്ടുള്ള കേസുകൾ പരിശോധിച്ചാൽ ആ പല കേസുകളും പരിശോധിച്ചതിന് ശേഷം ആ കോടതി തന്നെ പലതവണ പല ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ദിവസം ചിലപ്പോൾ പോലീസ് പിടിച്ചകത്തിട്ടേക്കാം. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്ത് ചിലപ്പോൾ അകത്തിടാം. അത് 1-2 ദിവസം. പക്ഷെ ഇത് FIR ഇട്ട് കോടതിയിൽ വരുമ്പോൾ, കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ അവിടെ ഉത്തരം പറയേണ്ടത് പോലീസാണ്, സർക്കാർ അഭിഭാഷകനാണ്. അവിടെ അവരുടെ മുട്ടടിക്കും, ഒരു സംശയം വേണ്ട. പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, പരസ്പര ധാരണയോടെ ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു ബലാത്കാരമോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ പരാതി പറയാൻ പറ്റില്ല. അവിടെ ഇരയില്ല. അതൊന്ന്. 2, ഇന്നലെ ഒരു മാധ്യമ ചർച്ചയിൽ, ഒരു മാധ്യമത്തിന്റെ അന്തിച്ചർച്ചയിൽ ഇന്നലെ രാഹുൽ ഈശ്വർ വന്നിരുന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുത്ത യുവതി, ആ യുവതി കല്യാണം കഴിച്ച് വിവാഹിതയായിരുന്നു. അത് ഭർത്താവ് ഉണ്ടായിട്ടും ആ യുവതി വന്ന് ഇങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ അത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതൊരു പരാതി എങ്ങനെ വരും? അതൊരു കേസ് എങ്ങനെ എടുക്കാൻ പറ്റും? അവർക്ക് ഭർത്താവുണ്ട് പോലും, അവർക്ക് കല്യാണം കഴിച്ച ഇപ്പോഴും ഭർത്താവ് കൂടെയുള്ള യുവതിയാണത്രേ. രാഹുൽ ഈശ്വർ പറഞ്ഞതാണ്, എനിക്കറിയില്ല, ഞാനതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ ഭർത്താവുള്ള ഒരു സ്ത്രീ മറ്റൊരാളുമായി ബന്ധപ്പെടുമ്പോൾ പിന്നെ വിവാഹ വാഗ്ദാനം നൽകി ബന്ധപ്പെട്ടു, ചതിച്ചു എന്നൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെ പരാതി ഉണ്ടോ? ഓൾറെഡി അവർ വിവാഹിതയാണ്. അങ്ങനെ ഇന്നലെ രാഹുൽ ഈശ്വർ പറഞ്ഞത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ പണ്ട് നീല ലോകദാസൻ നാടാർ ഉൾപ്പെടെ, അദ്ദേഹം മന്ത്രിയായിരുന്നു, വനംവകുപ്പ് മന്ത്രിയായിരുന്നു, അദ്ദേഹം ഉൾപ്പെടെ ലൈംഗിക ആരോപണത്തിൽ രാജിവെച്ചിട്ടുണ്ട്. അത് മന്ത്രിസ്ഥാനമാണ്. PJ ജോസഫ് അത് മന്ത്രിസ്ഥാനമാണ് രാജിവെച്ച്. MLA സ്ഥാനം ആരും രാജിവെച്ച ചരിത്രം കേരളത്തിലല്ല മറ്റൊരു സംസ്ഥാനത്തും ഉണ്ടെന്ന് തോന്നുന്നില്ല ലൈംഗിക ആരോപണത്തിൽ. അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വെറും ഒരു MLA മാത്രമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെന്നും നടപടിയെടുത്തു ഒക്കെ പറയുന്നു. അത് എന്താ? യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനമായിരുന്നു, അവരുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്നാണ് മാറ്റി നിർത്തിയത്. അല്ലാതെ MLA സ്ഥാനം രാജിവെക്കാൻ അത് അങ്ങനെ ഒരു ചരിത്രം കേരള രാഷ്ട്രീയത്തിലില്ല, ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇനി പുതിയ ചരിത്രം ഉണ്ടാവുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുകയല്ല, പക്ഷേ പറയുമ്പോൾ അതിനൊരു ലോജിക്ക് വേണം. രാഹുൽ മാങ്കൂട്ടത്തിനെ പച്ചയ്ക്ക് കത്തിക്കാം, കുഴപ്പമില്ല. പക്ഷേ അത് എന്തിനാണ്, എന്ത് കാരണത്താലാണ്, ആ കാരണം നിലനിൽക്കുമോ, ആ കാരണം എങ്ങനെ ഉണ്ടായി എന്നുകൂടി നമ്മൾ ചിന്തിച്ചിട്ട് വേണം ഒരാരോപണം ഉന്നയിക്കാൻ. ഇത് രാഷ്ട്രീയക്കാരുടെ ഇടയിൽ പല പൊയ്മുഖങ്ങളും അഴിഞ്ഞു വീഴുന്ന ഒരു സംഭവമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ധൈര്യമായിട്ട് നിൽക്കണമെങ്കിൽ അയാളുടെ പക്കൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്നാണ് മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്നത്. അയാൾക്ക് പറയാനുള്ളതും
അത് ഇതിനൊക്കെ ശേഷം പറയാമെന്നാണ് അയാൾ തന്നെ പറഞ്ഞത്. ഇന്നലെ രാഹുൽ ഈശ്വറും അത് തന്നെയാണ് പറഞ്ഞത്. അയാൾക്ക് പറയാനുള്ളത് ഈ കേസിന്റെ നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞ് അതിന്റെ അന്വേഷണം ഒക്കെ കഴിഞ്ഞ് അതിന്റെ മറുപടി വരുമ്പോൾ അതിന്റെ ഉത്തരം എന്താണെന്ന് പൊതുസമൂഹം അറിയുമ്പോൾ അന്ന് വെളിപ്പെടുത്തുമെന്നാണ് രാഹുൽ ഈശ്വർ ഇന്നലെ പറഞ്ഞതും രാഹുൽ മാങ്കൂട്ടം നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനൊരു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ പോലീസ് കണ്ടെത്തും. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തും കേരളത്തിന് വെളിയിലൊക്കെ പോയെന്നാണ്, ഒളിവിലാണ് എന്നൊക്കെയുള്ള കിംവദന്തികളാണ് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങളും ഒക്കെ പറയുന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. വരും ദിവസങ്ങളിൽ എന്തായാലും മാധ്യമങ്ങളുടെ മുന്നിൽ രാഹുൽ മാങ്കൂട്ടം വരും. അന്ന് നമുക്ക് അയാളുടെ ഭാഗം കേൾക്കാം.